ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണം അവർക്ക് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ എന്ന ചർച്ചകൾ സജീവമാണ്. അതിന് കാരണങ്ങളിലൊന്ന്, ഇറാൻ മറ്റ് പല രാജ്യങ്ങളെയും പോലെ അല്ല. ഇറാനിൽ ഭരണകൂടത്തിനെതിരായിട്ട്, അതായത് ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു ജനകീയ വികാരം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. കാരണം ഇറാൻ ഭരണകൂടം നിയമങ്ങൾ കൂടുതൽ കർക്കശമായിട്ട് നടപ്പാക്കുവാനും അടിച്ചേൽപ്പിക്കുവാനും ശ്രമിച്ചു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് റൂൾസ് ഉണ്ടായിരുന്ന ഒരു രാജ്യം സൗദി ആണെങ്കിൽ സൗദി ഇന്ന് ആ നിയമങ്ങളിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. കാരണം മനുഷ്യരെ ഒരുപാട് കാലം ഈ നിയമങ്ങളിൽ തളച്ചിടാൻ പറ്റില്ല. അവരെ സ്വാഭാവികമായി പ്രതികരിക്കും. അത് മനസ്സിലാക്കി തന്നെയാണ് സൗദിയുടെ രാജകുമാരൻ ഇളവുകൾ കൊടുത്തത്. ലോകം മാറുകയാണ്. ഇന്ന് AI കാലഘട്ടമാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു ഇളവുകളും പരിമിതിയും ഇല്ല എന്നുണ്ടെങ്കിൽ അത് തിരിഞ്ഞു കൊത്തുമെന്ന് സൗദി മനസ്സിലാക്കി. പക്ഷേ ഇറാൻ ഭരണകൂടം ആ കാര്യത്തിൽ വലിയ വിഡ്ഢിത്തം കാണിച്ചു. അനാവശ്യമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മതനിന്ദ ആരോപിച്ചുകൊണ്ട് ജനങ്ങളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവതികളെയും ഒക്കെ അവർ ജയിലിലടയ്ക്കാനും ചിലർ മരണപ്പെടാനും ഒക്കെ കാരണമായി. ഇത് വലിയ ജനകീയ രോഷം ഉണ്ടാക്കിയെങ്കിലും ഇറാനിലെ മുഴുവൻ ജനങ്ങളും നിലവിലെ ഭരണകൂടത്തിന് എതിരായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കർഷക സമരം നടന്നു. കർഷക സമരം നടന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ കർഷകരും മോദി സർക്കാരിന് എതിരാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കർഷക സമരം എന്നാണ് ആ സമരം അറിയപ്പെടുന്നത്. സമരം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു എന്ന് കാണാൻ കഴിയും. ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു സമരം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. 145 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരു പ്രാദേശിക പാർട്ടിയിൽ പോലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു 10,000-50,000 പേരെയോ 1,00,000 പേരെയോ തെരുവിലിറക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പോലും വലിയ ഒരു ജോലിയുള്ള കാര്യമൊന്നുമല്ല. അത്രയും പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ കേരളത്തില് ഭരണകൂടത്തിനെതിരായിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം തിരുവനന്തപുരത്ത് ഉണ്ടാവുകയാണ്. തിരുവനന്തപുരം നഗരം നിറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ എത്തി. ഇതിന്റെ അർത്ഥം കേരളത്തിലെ മുഴുവൻ ആളുകളും ഭരണകൂടത്തിനെതിരാണെന്നാണോ? അല്ല. ഇത് തന്നെയാണ് ഇറാന്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇറാനില് ഭരണകൂടത്തിനെതിരായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗവും അവിടെ ഉണ്ട്. അതിപ്പോ ഖമൈനിയുടെ മരണശേഷം കൂടുതൽ വ്യക്തമാവുകയാണ്. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ക്രൂരനായ മനുഷ്യനെ ഇല്ലാതാക്കിയിട്ടുണ്ട്, ഇനി നിങ്ങളാണ് അധികാരമാറ്റത്തിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങേണ്ടത് എന്ന് ഇറാനിലെ ജനങ്ങളോട് അദ്ദേഹം ഒരു ട്വീറ്റിലൂടെ പറഞ്ഞു. പക്ഷെ ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയോ? ഇറങ്ങി. എന്തിനു വേണ്ടിയാണ്? അവരുടെ പ്രിയപ്പെട്ട നേതാവ് മരണപ്പെട്ടതിലുള്ള വേദന കൊണ്ട് തെരുവുകളിൽ നെഞ്ചത്തടിച്ച് കരയുകയാണ് സ്ത്രീകളും കുട്ടികളും, അല്ലെങ്കിൽ യുവതികളും വനിതകളും പുരുഷന്മാരുമായിട്ടുള്ള ഇറാൻ പൗരന്മാര്. ഒരു ചെറിയ വിഭാഗം പേര് ഇറാനിന്റെ ഏതൊക്കെയോ കോണുകളിൽ ആഘോഷിക്കുന്നുണ്ട്. ഒരു വലിയ വിഭാഗം പേര് മറ്റു പല രാജ്യങ്ങളിലും ഇറാൻ പൗരന്മാരായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്, ഇറാൻ വംശജര്. അവരും ഒരു പരിധിവരെയൊക്കെ ഇറാൻ ഭരണകൂടത്തിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ഇറാന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും അവരുടെ സുപ്രീം ലീഡറിന്റെ മരണത്തിൽ വേദനിക്കുന്നവരായിട്ടാണ് കാണാൻ കഴിയുന്നത് നിലവില്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഖമൈനി എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളുടെ ഒരു ആത്മീയ ആചാര്യനാണ്. ജനങ്ങൾക്കിടയിൽ ഒരു സവിശേഷമായ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹം, മെജോറിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം വലിയ ആഘാതമോടെ സൃഷ്ടിച്ചിട്ടുണ്ട്. തിരിച്ചടിക്കണം അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണം എന്ന രീതിയിലാണ് ശരിക്കും ഇറാനിലെ ഒരു വലിയ വിഭാഗം ജനത ഇന്ന് ആക്രോശിച്ചുകൊണ്ട് പറയുന്നത്. നമ്മൾ ഇല്ലാതായാലും വേണ്ടില്ല, ഇതിന് നമ്മൾ പകരം വീട്ടണം, നമുക്ക് വേണ്ടിയിട്ടാണ് സുപ്രീം ലീഡർ മരണം വെടിഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇറാൻ വളരെ ആക്രോശത്തോടെ ആക്രമിക്കുകയാണ്. ഇറാനിൽ ഈ സമയത്ത് ഇസ്രയേലിന്റെ ബോംബുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട്. തിരിച്ച് ഇറാനും ഇസ്രയേലിലേക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ ആക്രമണം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ കപ്പൽ മുങ്ങുകയാണെങ്കിൽ ആ കപ്പലിന്റെ ഉള്ളിൽ നിങ്ങളെയും കൂടെ കൊണ്ടേ ഞങ്ങൾ പോകൂ എന്നാണ് ഇറാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇറാൻ തകരുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിനെയും ഇസ്രയേലിനെയും തകർത്തിട്ടേ ഞങ്ങൾ പോകൂ എന്ന രീതിയിലാണ് ഇറാന്റെ പ്രതികരണം. ഇറാൻ ഇത് പറയുമ്പോൾ അവരുടെ സുപ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മരണപ്പെട്ടിരിക്കുന്നു. സുപ്രീം ലീഡർ, അവരുടെ സംയുക്ത സൈനിക മേധാവി, പ്രതിരോധ മന്ത്രി, അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട വ്യക്തികൾ മരണപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല പ്രതികാരത്തിന്റെ ഭാവത്തിലേക്ക് അവർ മാറുകയാണ്. ഇത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് നമുക്കിനി കണ്ടറിയേണ്ട കാര്യമാണ്. ഇറാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ 3000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇറാൻ ഇതുവരെ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചിട്ടില്ല. ഇത്രയും കാലം അവരുണ്ടെന്ന് പറഞ്ഞിരുന്ന ആ ഹൈപ്പർസോണിക് യാഥാർത്ഥ്യമാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ അതും ഇറാൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇറാൻ ഒരു ദുർബല ശക്തിയാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇറാന്റെ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് അടക്കം വിന്യസിച്ചിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനും പോലും
പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ കൈവശമുള്ള സാങ്കേതികവിദ്യ തീരെ മോശമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം, ഇറാന് വലിയ വിദ്വേഷം ഗൾഫ് രാജ്യങ്ങളോടുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ മണ്ണ്, അവരുടെ രാജ്യം അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണ് ഇറാനെ എന്നും പ്രകോപിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ഷിയ സുന്നി തർക്കമൊന്നും അവസാനിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആ ഒരു വിഷയമൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സാമന്ത രാഷ്ട്രങ്ങളാണ് എന്നതും ഒരു വസ്തുതയാണ്. ഇറാന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി പൊരുതുന്നു, ഞങ്ങൾ പലസ്തീന് വേണ്ടി പൊരുതുന്നു, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ, ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രവുമില്ല, അവരെല്ലാം സ്വാർത്ഥരാണ്, അവരെല്ലാം അമേരിക്കയുടെ അടിമകളാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആ രീതിയിലാണ് ഇറാൻ പ്രതികരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, പ്രധാനപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ എടുത്താൽ ഇറാൻ പറയുന്നത് സത്യമാണ്. തുർക്കി എവിടെ പോയി? പാകിസ്ഥാൻ എവിടെ പോയി? ഈ പലസ്തീൻ ആക്രമിക്കപ്പെട്ടപ്പോൾ, ഇസ്രായേൽ പലസ്തീനെ ആക്രമിച്ചപ്പോൾ മുതലക്കണ്ണീരൊഴുക്കിയ തുർക്കി, പാകിസ്ഥാൻ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ സുപ്രീം ലീഡറിനെയും മകളെയും ഭർത്താവിനെയും പേരക്കുട്ടിയും അടക്കം കൊലപ്പെടുത്തുമ്പോൾ തുർക്കി ഭരണാധികാരി എർദോഗൻ എവിടെയാണ്? പാകിസ്ഥാൻ പ്രധാനമന്ത്രി നമ്മുടെ ഷെരീഫ് എവിടെയാണ് പരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന അസിം മുനീർ? ഫീൽഡ് ഔട്ടായി പോയ നമ്മുടെ ഫീൽഡ് മാർഷൽ എവിടെ പോയി? അപ്പൊ ഇവർക്കൊന്നും വാ തുറക്കാനുള്ള ധൈര്യമില്ല എന്നതാണ് വസ്തുത. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ മരിക്കുന്നതിനെ കുറിച്ചുള്ള ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ എവിടെയും കണ്ടില്ല. പലസ്തീനിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും മരണത്തിൽ ഇവരെല്ലാം തന്നെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നത് കണ്ടു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, അവർക്ക് ഇസ്ലാം സമൂഹത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്, ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പോ യുക്രൈനിലുള്ള ആരും ഇസ്ലാം അല്ലല്ലോ, അതുകൊണ്ട് അവരത് കണ്ടില്ല എന്ന് വെച്ചു നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലേ? അവിടെ 50-60 കുട്ടികൾ, പിഞ്ചു കുട്ടികൾ ഇന്നലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ധാരാളം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തുർക്കിയും പാകിസ്ഥാനും എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഈ പാകിസ്ഥാൻ ഉണ്ടല്ലോ, പണ്ട് ഇറാൻ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇറാനെ ആരെങ്കിലും ആക്രമിച്ചാൽ തങ്ങളുടെ ആണവായുധം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പാകിസ്ഥാൻ വലിയൊരു ഉറപ്പൊക്കെ ഇറാന് കൊടുത്തിട്ടുണ്ട്. എത്രയോ തവണ ഇറാൻ ആക്രമിക്കപ്പെട്ടു. ആണവായുധം പോകട്ടെ, ഒരു ഓലപ്പടക്കമെങ്കിലും ഇറാന് വേണ്ടിയിട്ട് പൊട്ടിച്ചെറിയാനുള്ള ധൈര്യം പാകിസ്ഥാൻ കാണിച്ചോ? അതൊക്കെ പോട്ടെ, ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൗദിയുമായിട്ടൊരു കരാറുണ്ടാക്കി. സൗദി ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിട്ട് കണ്ടിട്ട് ഞങ്ങൾ കൂടെ നിന്നിട്ട് ആ രാജ്യത്തെ ആക്രമിക്കും എന്ന് പറഞ്ഞു പാകിസ്ഥാൻ. എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ടു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇറാൻ നിരന്തരമായിട്ട് സൗദിയിലേക്ക് ആക്രമണം നടത്തുകയാണ്. ഇറാനെ ആക്രമിക്കാനുള്ള ധൈര്യം പാകിസ്ഥാനുണ്ടോ? അതുമില്ല. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ അമേരിക്കയുടെ കയ്യിൽ വെറും ഒരു കളിപ്പാവയാണ്. അത് ശരിക്കും പ്രസിഡന്റ് ട്രംപ് ഇപ്പൊ കീ കൊടുക്കുമ്പോൾ മാത്രം തിരിയുന്ന ഒരു പാവ, അത്രേ ഉള്ളൂ. ഇസ്ലാമിക ലോകത്തിന്റെ കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാപട്യമാണ് തുറന്നു കാട്ടാൻ ശ്രമിച്ചത്. അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇറാന് വേണ്ടിയിട്ടെങ്കിലും അവർ ഒറ്റക്കെട്ടായിട്ട് അമേരിക്കക്കെതിരെ നിൽക്കേണ്ടതല്ലേ? അവരുടെ ആത്മാർത്ഥത തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനവർക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കാപട്യമാണ്. ഈ ഇസ്ലാമിക ഒത്തൊരുമ അല്ലെങ്കിൽ ഇസ്ലാം ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കാപട്യമാണ്. ഷിയാകളും സുന്നികളും ഈ തർക്കമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ അന്തരമൊന്നുമില്ല, അതും മനസ്സിലാക്കണം. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ശേഷം അദ്ദേഹത്തിന്റെ അനുചരന്മാരിൽ പ്രമുഖനായിരുന്ന അബൂബക്കർ സിദ്ദീഖിനെയാണ് സുന്നികൾ ആദ്യത്തെ ഖലീഫയായിട്ട് അംഗീകരിക്കുന്നത്. ഖുറാനും പ്രവാചകചര്യമാണ് അവരുടെ പ്രധാന പ്രമാണങ്ങൾ. ഷിയാകളുടെ കാര്യം പറയുമ്പോൾ ഷിയാകൾ പ്രവാചകന് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുവും മരുമകനുമായിട്ടുള്ള അലി ബിൻ അബി ത്വാലിബിനെയാണ് ആദ്യത്തെ നേതാവായിട്ട് അംഗീകരിക്കുന്നത്. നേതൃത്വം പ്രവാചക കുടുംബത്തിൽ നിന്ന് തന്നെ വരണമെന്നാണ് ഷിയാകൾ വിശ്വസിക്കുന്നത്. ഇവർക്ക് ഇമാമുമാരിൽ വലിയ വിശ്വാസമുണ്ട്. ഇമാമുമാർ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണെന്നും തെറ്റുകളിൽ നിന്ന് മുക്തരാണെന്നുമാണ് ഷിയാകൾ വിശ്വസിക്കുന്നത്. ഈ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. തത്വത്തിൽ ഇതെല്ലാം ഇസ്ലാം തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഇറാനെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ എന്തുകൊണ്ടാണ് തുർക്കിയും പാകിസ്ഥാനും സൗദിയും അടക്കമുള്ള ഇസ്ലാമിക ലോകത്തെ കൊമ്പന്മാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന രാജ്യങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്നതാണ് ചോദ്യം. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇറാൻ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ പോലും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇല്ലാതായാൽ നിങ്ങളും വേണ്ട എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരവസ്ഥയിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് അവർക്ക് അവരുടെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായിരിക്കുന്നു. ജനങ്ങൾ വളരെ ഇമോഷണലാണ്. ശരിക്കും ഖമേനിയുടെ മരണം ഇറാനിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് കാരണമായെന്നാണ് എനിക്ക് തോന്നുന്നത്. സുപ്രീം ലീഡറിനെ ഇത്ര പെട്ടെന്ന് അമേരിക്കയും ഇസ്രായേലും വധിച്ചത് ഒരു പക്ഷേ
ഭാവിയിൽ അവർക്ക് തന്നെ ദോഷമായി മാറാം. സുപ്രീം ലീഡർ അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് വിഘടിച്ചു നിന്ന ഇറാനിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇറാനിലെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്. കാരണം എത്രയൊക്കെ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നപ്പോഴും സുപ്രീം ലീഡറിനെ എനിക്ക് തോന്നുന്നു ഇറാനിലെ ജനങ്ങൾ റെസ്പെക്ട് ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് അവർ സ്ഥിരം കാണുന്ന ഒരു മുഖമാണത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർക്ക് പോലും അദ്ദേഹത്തിന്റെ വിയോഗം ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഏത് തരത്തിൽ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇറാൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും 8 കോടി മനുഷ്യരുടെ ശത്രുതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റ് പാകിസ്ഥാനിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിലെ US ഒരു എംബസിയൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട് ഷിയ അനുകൂലികൾ. ലോകത്തൊട്ടാകെ ഇസ്ലാം സമൂഹത്തിൽ 10 മുതൽ 15% വരെയാണ് ഷിയ മുസ്ലിങ്ങൾ ഉള്ളത്. അപ്പൊ ആ ഷിയ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ധാരാളമുണ്ട്. ഇത് ഭാവിയിൽ ഒരു വലിയ പ്രശ്നം അമേരിക്കയ്ക്കും ഇസ്രായേലിനും സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് ഇസ്രായേലിന് സൃഷ്ടിക്കാം. കാരണം ലബനൻ, അതുപോലെ യമൻ എന്നിവിടങ്ങളിലെല്ലാം ഖമേനിയോട് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഉണ്ട്. അത് എന്നും ഇസ്രായേലിനൊരു തലവേദനയായിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, നയതന്ത്ര തലത്തിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിനെ തടഞ്ഞു നിർത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞുവെങ്കിൽ അത് എല്ലാ കാലവും ഒരു വലിയ നേട്ടമാകുമായിരുന്നു. ഇതിപ്പോൾ അവരെ കൂടുതൽ പ്രൊവോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ശാന്തമായി അവസാനിക്കും എന്ന് പ്രത്യാശിക്കാം. ഉറപ്പൊന്നുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.